ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ വിന്നറായിട്ടുള്ള ജിൻഡോ ഒരു സ്ത്രീയെ ആക്രമിച്ചു എന്ന് പറയുന്ന ഒരു കേസിൽ ഇപ്പൊ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ജിൻഡോനോട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാവാൻ പറഞ്ഞിട്ട് ജിൻഡോ ഇപ്പോൾ ഒളിവിൽ പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പോലീസ് ജിൻഡോനെ തേടിക്കൊണ്ടുള്ള അന്വേഷണങ്ങൾ ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ബിഗ് ബോസിന്റെ ഈ പറയുന്ന ബിഗ് ബോസ് പോലൊരു റിയാലിറ്റി ഷോയുടെ വിന്നറായിട്ട് പോലും, അതും ഈ റീസെന്റ് ആയിട്ട് അവസാനിച്ച സീസൺ 6ന്റെ വിന്നറായിട്ട് പോലും ഇത്തരത്തിലൊരു കേസിൽ ജിൻഡോ ഉൾപ്പെട്ടിട്ട് അതിന് ബന്ധപ്പെട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും, അല്ലെങ്കിൽ അതിനെ പറ്റിയുള്ള യാതൊരു ന്യൂസുകളും കാര്യങ്ങളൊന്നും ഈ പറയുന്ന സാമൂഹിക മാധ്യമങ്ങളിലൊന്നും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോ എന്തൊക്കെയാണെങ്കിലും ഈ പറയുന്ന ജിൻഡോയെ ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ റിപ്പോർട്ടർ TV മാത്രമാണ് ഈ സമയത്തിനുള്ള ഒരു ന്യൂസും കാര്യങ്ങളൊക്കെ പുറത്തു വിട്ടിട്ടുള്ളത്. ജിൻഡോനോട് ഹാജരാവാനായിട്ട് ആദ്യം ആവശ്യപ്പെട്ടിരുന്നു. ജിൻഡോ അതിനെ ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാവാതെ ഒളിവിൽ പോയിരിക്കുകയായിരുന്നു. ഇപ്പോ ജിൻഡോനെ തേടിക്കൊണ്ടുള്ള അന്വേഷണവും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനു മുന്നും ഒരു ഡ്രഗ്സ് ഒരു കേസിൽ ജിൻഡോനെ ഈ പറയുന്ന പോലെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്താണ് ജിൻഡോ ഇത്തരത്തിലൊക്കെ ചെയ്യുമോ, അല്ലെങ്കിൽ ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ ഒരു കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ മാന്യനായിട്ടുള്ള ഒരു വ്യക്തി, വളരെ പാവമായിട്ടൊരു വ്യക്തി, അതുപോലെ തന്നെ ബിഗ് ബോസ് നമുക്ക് കാണുന്ന സമയത്ത് തന്നെ മറ്റുള്ള എല്ലാ കണ്ടസ്റ്റൻസും കൂടി ഒറ്റപ്പെടുത്തി ഒറ്റക്ക് നിന്ന് വിജയിച്ചു വന്നവൻ എന്നൊരു ഒരു സ്ക്രീൻ സ്പേസ് ആണ് നമ്മുടെ ജിൻഡോന് ബിഗ് ബോസിൽ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ പറയുന്ന ബിഗ് ബോസിനെ ബന്ധപ്പെട്ടുള്ള കണ്ടസ്റ്റൻസ് ഇതിനെ ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരിച്ചിട്ടുണ്ട്. നമ്മുടെ സിജോന്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ജിൻഡോ നിങ്ങൾ കാണുന്ന വ്യക്തിയൊന്നുമല്ല, ബിഗ് ബോസിന്റെ ഗ്രാൻഡ് ഫിനാലെ വരെ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല ജിൻഡോ ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ വിജയി ആകുമെന്ന്. അതുപോലെ തന്നെ നിങ്ങൾ ഈ പറയുന്ന പുറത്ത് കണ്ടിരുന്ന എപ്പിസോഡ്സോ അല്ലെങ്കിൽ 24/7 അതൊന്നുമല്ല സത്യം. അതിനപ്പുറം ജിൻഡോ ബിഗ് ബോസിൽ കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ ഒപ്പം താമസിച്ചിരുന്ന ഞങ്ങൾക്ക് കുറച്ചു പേർക്ക് അറിയാനായിട്ട് സാധിക്കുള്ളൂ. അതുപോലെ തന്നെ ഈ പറയുന്ന ജിൻഡോ ഒരു സ്ത്രീ പീഡന കേസിൽ, അല്ലെങ്കിൽ സ്ത്രീകളെ ഉപദ്രവിച്ചു എന്ന് പറയുന്ന ഒരു കേസിൽ ജിൻഡോ അതിനകത്ത് വന്ന് പെട്ടപ്പോൾ ഞങ്ങൾക്ക് ഒരു അയ്യോ ഫീലിംഗ് ഉണ്ടായില്ല. കാരണം ഞങ്ങൾ എക്സ്പെക്ട് ചെയ്താണ് ഇതുപോലൊരു കേസും കാര്യങ്ങളൊക്കെ വരുമെന്ന്. ഈ പറയുന്ന ജിൻഡോന്റെ ഒപ്പം മത്സരിച്ചിരുന്ന സിജോ ഉൾപ്പെടെയുള്ള പല കണ്ടസ്റ്റൻസും എക്സ്പെക്റ്റഡ് ആയിരുന്നു ജിൻഡോന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ടെന്ന്. അപ്പോൾ ഇതൊരിക്കലും ഞങ്ങളെ ഞെട്ടിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് സിജോ സംസാരിച്ചത്. അതുപോലെ തന്നെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ സീസൺ 6ലെ കണ്ടസ്റ്റൻസ് ആണ് മറ്റുള്ള സീസണുകളെ വെച്ച് നോക്കുന്ന സമയത്ത് കുറച്ചുകൂടി അടുത്ത് നിൽക്കുന്നതും, എല്ലാ പ്രോഗ്രാമുകളും അതിപ്പോ ഒരു ബർത്ത്ഡേ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏതൊരു ചെറിയൊരു ഫംഗ്ഷൻ വന്നാൽ പോലും എല്ലാ കണ്ടസ്റ്റൻസും ഒരുമിച്ചൊരു ഫാമിലി പോലെ വന്ന് ഒത്തുകൂടാറുണ്ട്. ആ ഒരു ഫംഗ്ഷൻസിൽ പോലും നമുക്ക് ജിൻഡോനെ ഇതുവരെ കാണാനായിട്ട് സാധിച്ചിട്ടില്ല. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, ഈ പറയുന്ന സിജോ അടക്കമുള്ള മറ്റുള്ള കണ്ടസ്റ്റൻസ് ആരും ഈ പറയുന്ന ജിൻഡോനെ ആ ഒരു ഫംഗ്ഷന് ഇൻവൈറ്റ് ചെയ്യാത്തതുകൊണ്ട് തന്നെയാണ്. അവർക്ക് താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ് ഈ പറയുന്ന ജിൻഡോ. അപ്പൊ എന്തൊക്കെയാണെങ്കിലും സിജോ എടുത്തു പറയുന്നുണ്ട്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉന്നയിക്കുന്ന സമയത്ത് ഒരുപാട് പേർക്ക് തോന്നും ചിലപ്പോൾ സിജോന് ഈ പറയുന്ന ജിൻഡോനോട് അസൂയ തോന്നിയത് കൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള ആർഗ്യുമെന്റ്സ് ഒക്കെ ജിൻഡോനെതിരെ പറയുന്നതെന്ന്. അസൂയ തോന്നേണ്ട യാതൊരു കാര്യം ഇല്ല എന്നും കൂടി ആ ഒരു വീഡിയോയിൽ സിജോ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ബിഗ് ബോസ് മലയാളം സീസൺ 6ലേക്ക് ജിൻഡോ വന്നത് 15 ലക്ഷം രൂപ PR വർക്ക് കൊടുത്തിട്ടാണ്. അതിനപ്പുറം ജിൻഡോ ആ ഒരു സീസണിന്റെ വിജയി ആയിട്ടുണ്ട്. അപ്പോൾ വിജയിക്ക് കിട്ടുന്ന ആ ഒരു തുക എന്ന് പറയുന്നത് 50 ലക്ഷം രൂപയാണ്. അതിന്റെ ടാക്സ് ഒക്കെ പോയി കഴിഞ്ഞാൽ ഏകദേശം 35 ലക്ഷം രൂപയായിരിക്കും ഈ പറയുന്ന ജിൻഡോന് അതിന്റെ പ്രൈസ് മണി ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ഈ പറയുന്ന ജിൻഡോ വന്നത് തന്നെ 15 ലക്ഷം രൂപ PR വർക്ക് കൊടുത്തിട്ടാണ്. അതുപോലെ തന്നെ സീസൺ 6ന്റെ വിജയി ആയപ്പോൾ ഒരു 35 ലക്ഷം രൂപ കിട്ടി. ലാഭം വെറും 20 ലക്ഷം മാത്രം. അതിനപ്പുറം ബിഗ് ബോസിൽ വന്നിരിക്കുന്ന ഒരു കണ്ടസ്റ്റന്റിന്, അല്ലെങ്കിൽ ഒരു ബിഗ് ബോസ് വിജയിച്ച ഒരു വിജേതാവിന് കിട്ടേണ്ട യാതൊരു സോഷ്യൽ മീഡിയയിൽ കിട്ടുന്ന സപ്പോർട്ടുകളോ അല്ലെങ്കിൽ ആ ഒരു ഫാൻ ബേസ് ഒന്നും ജിൻഡോന് കിട്ടാനായിട്ട് ജിൻഡോന് ഇതുവരെ കിട്ടിയിട്ടില്ല. നമുക്കറിയാം ബിഗ് ബോസിൽ വന്ന് ജീവിതം മാറ്റിമറിച്ച ഒരുപാട് വ്യക്തികളുണ്ട്. നമ്മുടെ ഡോക്ടർ റോബിൻ, അഖിൽ മാരാർ, ഇവർക്കൊക്കെ കിട്ടിയിരിക്കുന്ന ആ ഒരു സൂപ്പർ സ്റ്റാർ സ്റ്റാൻഡം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇവരുടെയൊക്കെ വാക്കുകൾ കേൾക്കാനും ഇവരൊക്കെ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ, ഒരു ഉദ്ഘാടനം ബന്ധപ്പെട്ടാണെങ്കിലും റോബിനും അഖിൽ മാരാറൊക്കെ എവിടെയെങ്കിലൊക്കെ വന്നു കഴിഞ്ഞാൽ അവരെ കാണാനും അവർക്കൊപ്പം ഫോട്ടോസ് എടുക്കാനും ഇപ്പോഴും ആളുകൾ ഏറെയാണ്. അപ്പോ അത്തരത്തിലൊരു സൂപ്പർ സ്റ്റാർ സ്റ്റാൻഡമോ അല്ലെങ്കിൽ അത്രയും വലിയൊരു ഹൈപ്പോ ഒന്നും ജിൻഡോന് ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ വിന്നർ ആയതുകൊണ്ട് കിട്ടിയിട്ടില്ല. കിട്ടിയത് ഈ പറയുന്ന ഒരു 35 ലക്ഷം രൂപയാണ്.
അപ്പോൾ അതുകൊണ്ട് അസൂയ തോന്നേണ്ട കാര്യമില്ല എന്നും സിജോ ആ ഒരു വീഡിയോയിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ വിഷയം അതൊന്നുമല്ല. ജിൻഡോനെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് പേരാണ് ഇപ്പൊ രംഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാനൊക്കെ ആയിട്ട് നായികമാരൊക്കെ ആയിട്ട് പോകും. എന്നിട്ട് എന്താണ് ഓരോ സംവിധായകന്മാരോട് നിങ്ങൾ ഈ ഒരു പെൺകുട്ടിയെ അഭിനയിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ള ആവശ്യങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹത്തിനൊത്ത് നിൽക്കും എന്നുള്ള രീതിയിലൊക്കെ പല കേസും കാര്യങ്ങളൊക്കെ ഇപ്പൊ ജിൻഡോനെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് പേര് ഇപ്പൊ കുത്തിപ്പൊക്കിക്കൊണ്ടൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇത് എവിടെ ചെന്ന് നിൽക്കുമെന്ന് നമുക്കറിയില്ല. ഒരു ഡ്രഗ്സിന്റെ ഒരു കേസിന് ഇപ്പൊ പിടിച്ചിട്ട് ഇപ്പൊ പുറത്തായിട്ടേ ഉള്ളൂ ജിൻഡോ. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം. പക്ഷെ സോഷ്യൽ മീഡിയ ബന്ധപ്പെട്ടുകൊണ്ട് ആരും ഇത് വലിയൊരു ചർച്ചയാക്കി മാറ്റിയിട്ടില്ല. ജിൻഡോ ഇത്തരത്തിലൊക്കെ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ജിൻഡോന്റെ ഒപ്പം നിൽക്കുന്നവർ തന്നെയാണ് ഇത്തരത്തിൽ പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണൻ ബിഗ് ബോസ് മലയാളം സീസൺ 6 ഒരു പാർട്ടായിരുന്നു പുള്ളിക്കാരനും. ആളും ഈ പറയുന്ന ഡ്രഗ്സ് കേസിൽ നമ്മുടെ ഈ പറയുന്ന ജിൻഡോനെ പിടിച്ച സമയത്ത് സായി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ സായി കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു, ജിൻഡോയെ ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട്. പക്ഷെ അതിന് പറ്റിയൊരു സമയമല്ല, സമയമാവുന്ന സമയത്ത് തീർച്ചയായിട്ടും ജിൻഡോനെ ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിച്ചിരിക്കുമെന്ന്. അതുപോലെ തന്നെ ഒരു കൊല്ലങ്ങൾക്ക് മുന്നേ തന്നെ ജിൻഡോനെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വീഡിയോസ് ഒക്കെ സ്ത്രീകൾക്കെതിരെ അതിക്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ആവശ്യമില്ലാത്ത രീതിയിലുള്ള സംസാരങ്ങള്, അതുപോലെ തന്നെ പല മെസ്സേജുകൾ അയക്കാറുണ്ട്. അത്തരത്തിലൊക്കെ പറഞ്ഞുകൊണ്ട് പല കാര്യങ്ങളൊക്കെ ഇപ്പൊ മുന്നോട്ട് വരുന്നുണ്ട്. അതിന് അപ്പുറം ഇപ്പൊ ബിഗ് ബോസ് മലയാളം സീസൺ 7 തുടങ്ങാൻ പോവാണ്. സീസൺ 7 ഏകദേശം കൺഫേം ആയ ഒരു പെൺകുട്ടിയെ ജിൻഡോ വിളിച്ചുകൊണ്ട് മോശമായിട്ട് സംസാരിച്ചു, മോശമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചു എന്നൊക്കെ പറയുന്ന ഒരു കാര്യം കൂടി ഇപ്പൊ പൊങ്ങി വരുന്നുണ്ട്. ആരാണ് ആ വ്യക്തി എന്നറിയില്ല. കാരണം സീസൺ 7 മത്സരിക്കാൻ വരുന്നൊരു ഒരു കണ്ടസ്റ്റന്റ് ആണ്. അപ്പൊ തീർച്ചയായിട്ടും അവരുടെ പേര് നമുക്ക് റിവീൽ ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ റെപ്രസെന്റ് ചെയ്യാനോ നമുക്ക് ഒരിക്കലും ഇപ്പൊ സാധിക്കില്ല. എന്തൊക്കെയാണെങ്കിലും അത്തരത്തിലുമുള്ള കാര്യങ്ങളൊക്കെ ബിഗ് ബോസിന്റെ അണിയറയിൽ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും സീസൺ 6 ഒരുപാട് പേര് സ്നേഹിക്കുകയും ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുകയും അങ്ങനെ വിജയിപ്പിച്ചെടുത്ത ഒരാൾ തന്നെയാണ് ജിൻഡോ. ആദ്യം ബിഗ് ബോസിൽ വന്ന സമയത്തൊന്നും ഇത്ര സപ്പോർട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് ഈ പറയുന്ന മാറ്റങ്ങൾ വരുന്ന സമയത്ത് സിജോയൊക്കെ മറ്റേ റോക്കിയും സിജോയും തമ്മിലുള്ള ഫൈറ്റ് ഒക്കെ ഉണ്ടായി. അതിനുശേഷമൊക്കെയാണ് ഈ ഒരു ജിൻഡോ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് അവിടെ നിന്ന് ഉയർന്നു വരാനും പിന്നീട് ആ ഒരു ഒരു വിജയിയുടെ പട്ടത്തിലേക്ക് ബിഗ് ബോസ് മലയാളം സീസൺ 6 ആ ഒരു വിന്നറായി മാറാനും സാധിച്ചത്. അപ്പോ എന്തൊക്കെയാണെങ്കിലും ഈ പറയുന്ന സിജോ പറഞ്ഞതും ശരിയായുള്ള ഒരു കാര്യം തന്നെയാണ്. ജിൻഡോന് മറ്റുള്ള ബിഗ് ബോസ് കണ്ടസ്റ്റന്റ്സിനെ അപേക്ഷിച്ചുകൊണ്ട് അത്രയും വലിയ ഫാൻ ബേസോ അല്ലെങ്കിൽ അത്രയും വലിയ നേട്ടങ്ങളോ ഒന്നും നേടാനായിട്ട് ജിൻഡോന് സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇപ്പൊ കുറെ കാര്യങ്ങളൊക്കെ ജിൻഡോനെ ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നുണ്ട്. സിനിമയിൽ അഭിനയിക്കാനായിട്ട് പല പെൺകുട്ടികളെയും വിളിച്ചുകൊണ്ട് അത്തരത്തിലൊക്കെ സംസാരിച്ചു. ഇപ്പൊ കേസും കൂട്ടങ്ങളും നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പൊ ജിൻഡോനെ ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നത്. എന്തൊക്കെയാണെങ്കിലും ജിൻഡോ ഈ ഒരു സമയത്ത് ഒളിവിലാണ്. ജിൻഡോനെ കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ജിൻഡോനെ ബന്ധപ്പെട്ടുള്ള സ്ഥാപനങ്ങളിലും ജിൻഡോനെ ബന്ധപ്പെട്ടുള്ള ആളുകൾക്കും എല്ലാവർക്കും പോലീസിന്റെ ഭാഗത്ത് നിന്ന് പല കാര്യങ്ങളും മെസ്സേജുകളും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. ജിൻഡോനെ കണ്ടുകിട്ടുകയാണെങ്കിൽ നേരത്തെ തന്നെ അറിയിക്കണം. അതുപോലെ തന്നെ ജിൻഡോന് യാതൊരു സഹായങ്ങളും ചെയ്തു കൊടുക്കാനായിട്ട് പാടില്ല എന്ന് ഈ പറയുന്ന അടുത്തുള്ള വ്യക്തികൾക്കൊക്കെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് പല മെസ്സേജുകളും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. എന്തൊക്കെയാണെങ്കിലും എത്രയും പെട്ടെന്ന് ജിൻഡോയെ കണ്ടെത്താനായിട്ട് സാധിക്കും. തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ഒരിക്കലും ഒളിവിൽ പോകേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഈ ഒരു കാര്യം വന്ന സമയത്താണ് ബാക്കിയുള്ള പഴയ കാര്യങ്ങളൊക്കെ ഓരോന്നായിട്ട് ഇങ്ങനെ കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നത്. പക്ഷേ മെയിൻ സ്ട്രീം ചാനലുകളൊന്നും, നമ്മുടെ ഏഷ്യാനെറ്റ് ന്യൂസ് പോലത്തെയുള്ള ചാനലുകളൊന്നും ഇതിനെ ബന്ധപ്പെട്ടുകൊണ്ട് ന്യൂസും കാര്യങ്ങളൊന്നും പുറത്തു വിട്ടിട്ടില്ല. റിപ്പോർട്ടർ TV മാത്രമാണ് ഇതിനെ ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിച്ചിരിക്കുന്നത്. ബിഗ് ബോസ് മലയാളം സീസൺ 6 ഒരു കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള ജിൻഡോ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമത്തിന് കേസെടുത്തപ്പോൾ ഒളിവിൽ പോയി, ഇതുവരെയും കണ്ടുകിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറിയൊരു വാർത്ത. അതിനപ്പുറത്തേക്ക് ഇതൊരു വലിയൊരു ഇഷ്യൂ ആയിട്ട് മാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ പലരും ഈ ഒരു കേസ് അറിഞ്ഞു കാണില്ല. എന്തൊക്കെയാണെങ്കിലും ഇത് എവിടെ ചെന്ന് നിൽക്കുമെന്ന് നമുക്കറിയില്ല. എന്തൊക്കെയാണെങ്കിലും നമുക്ക് നോക്കാം. ബിഗ് ബോസ് മലയാളത്തിനെ ബന്ധപ്പെട്ടുള്ള പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്